ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പാർവതിയും വിശാലും കൂടെ ഒരുമിച്ച് കേക്ക് മുറിക്കുകയാണ്. എന്നിട്ട് വിശാൽ പാർവതിക്കും പാർവതി വിശാലിനും കേക്ക് വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വിശാലും പാർവതിയും കൂടെ എല്ലാവർക്കും കേക്ക് എടുത്ത് കൊടുക്കുകയാണ്. ജാസ്മിൻ പാർവതിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുത്തിട്ട് പറയും, ഇത് നിന്റെ അവസാന കേക്ക് മുറിയും അവസാന വിവാഹ വാർഷികവുമായിരിക്കും. അടുത്ത വർഷം നീ മണ്ണിനടിയിലായിരിക്കും, നീ ചത്തിരിക്കും. പിന്നെ ജാസ്മിൻ വിശാലിന് കേക്ക് കൊടുത്തിട്ട് പറയും, ഇനി ഇതുപോലൊരു വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആയിരിക്കും. എന്നിട്ട് ഫോണും ടേബിളിൽ വെച്ച് കൈ കഴുകാൻ പോകുമ്പോഴാണ് പാർവതി ആ മനക്കണ്ണിൽ കണ്ട കാഴ്ച ഓർക്കുന്നത് കേട്ടോ. പ്രതാപനും പ്രഭാവതിയും കൂടി സംസാരിക്കുന്നത് ഫോണിൽ ഷൂട്ട് ചെയ്ത അതേ മൊബൈലായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ പാർവതി മനസ്സിൽ പറയും, ആ വീഡിയോ എടുത്തത് ജാസ്മിൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കണം, എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് അറിയണം. അതേസമയം ജാസ്മിൻ മനസ്സിൽ പറയും, ഇനി ഇതുപോലത്തെ ആഘോഷങ്ങൾ ഈ വീട്ടിൽ നടക്കരുത്. പാർവതിയും വിശാലും ഒരുമിച്ചുള്ള അവസാന ആഘോഷമായിരിക്കണം ഇത്. എത്രയും പെട്ടെന്ന് വിശാലിനെയും പാർവതിയെയും തമ്മിൽ വേർപിരിക്കണം. അതിനെ പാർവതിയെ അവസാനിപ്പിക്കണം, അവളെ കൊല്ലണം, അതിനുള്ള വഴി കണ്ടെത്തണം. പിന്നെ പാർവതി വിശാലിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ജാസ്മിനോട് ചോദിക്കും, അമ്മയും പ്രതാപൻ സാറും തമ്മിൽ എന്തോ രഹസ്യമായി സംസാരിക്കുന്നത് നീ നിന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഇത് കേട്ടതും ജാസ്മിൻ ഒന്ന് ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് പാർവതി ചോദിക്കും, അതെന്തായിരുന്നു? നീ അത് എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരണം. അപ്പോൾ ജാസ്മിൻ പരിങ്ങ ശബ്ദത്തിൽ പറയും, എന്ത് വീഡിയോ? ആരുടെ വീഡിയോ? എനിക്കൊന്നും അറിയില്ല. അപ്പോൾ പാർവതി പറയും, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട നീ. ആ വീഡിയോ എടുത്തത് നീ തന്നെയാണ്. ആ വീഡിയോ എന്നെ കാണിക്കും മര്യാദയ്ക്ക്. അപ്പോൾ ജാസ്മിൻ പറയും, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നിന്നെ കാണിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല. അങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ്, എൻ്റെ സ്വകാര്യതയാണത്. അപ്പോൾ പാർവതി ചോദിക്കും, എന്ത് സ്വകാര്യത? അതെന്തിനെ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തണം? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? അപ്പോൾ പാർവതി പറയും, ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്. ഇവിടുത്തെ സന്തോഷവും സമാധാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്വമാണ്. ഈ വീട്ടിൽ ഒരു കുടുംബകലഹം ഉണ്ടാകാൻ ആരെങ്കിലും ഒരുങ്ങിയാൽ അതിൽ ഞാൻ ഇടപെടും. നീ ഈ വീട്ടിലെ അതിഥിയാണ്, അതിൻ്റെ മര്യാദ ഞാൻ നിനക്ക് തരുന്നുണ്ട്. നീയായിട്ട് അതില്ലാതാക്കരുത്. നീ റെക്കോർഡ് ചെയ്ത വീഡിയോ എനിക്ക് കാണണം. ഇപ്പോൾ നീ എന്നെ കാണിച്ചാൽ നിനക്ക് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ നീ ആ വീഡിയോ എന്നെ കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ പാർവതി ആരാണെന്ന് നീ അറിയും. ഞാൻ നിന്നെ അറിയിച്ചു തരും എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, ഞാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോയെക്കുറിച്ച് ഇവളെങ്ങനെയാണ് അറിഞ്ഞത്? അതേസമയം പാർവതി മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് വിചാരിക്കും, അമ്മയും പ്രതാപൻ സാറും കൂടെ എന്തായിരിക്കും രഹസ്യമായി സംസാരിച്ചത്? അതെന്തിനാണ് ജാസ്മിൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. അപ്പോഴാണ് വിശാൽ ഒരു പീസ് കേക്ക് കൊടുത്തിട്ട് അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയും, നീ ഇത് കഴിക്കു പാർവതി, നീ അവിടെ നിന്ന് കുറച്ച് കേക്കല്ലേ കഴിച്ചുള്ളൂ, ഇതുകൂടെ കഴിക്കേ. അപ്പോൾ പാർവതി പറയും, എനിക്ക് വേണ്ട വിശാൽ സാറേ. അപ്പോൾ വിശാൽ ചോദിക്കും, അതെന്താ വേണ്ടാത്തത്? ഇനിയും തടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ കേക്ക് കഴിക്കാത്തത്? ഇത് കേട്ടതും പാർവതി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശാലെ പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കും, എന്താ സാറേ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ വിശാൽ പറയും, നിൻ്റെ ഈ സൗന്ദര്യത്തിൽ നിന്ന് എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. പിന്നെ നിൻ്റെ ഈ ചിരി, അത് നിൻ്റെ സൗന്ദര്യത്തിനെ മാറ്റി കൂട്ടുന്നതാണ്. അപ്പോൾ പാർവതി പറയും, ദേ ചുമ്മാ പുകഴ്ത്തല്ലേ വിശാൽ സാറേ. അപ്പോൾ വിശാൽ പറയും, ഞാൻ സത്യം പറഞ്ഞതാണോ? നീ ഒന്നുകൂടെ ഒന്ന് ചിരിച്ചേ, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ വിശാൽ പറയുന്നത് കേട്ടിട്ട് പാർവതിക്ക് ചിരി വരികയാണ് കേട്ടോ. പിന്നെ വിശാലും പാർവതിയും പരസ്പരം വീണ്ടും കേക്ക് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ വിശാൽ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ, കൂടെ പാർവതിയും പാടുന്നുണ്ട്. അപ്പോൾ പാർവതി പറയും, വിശാൽ സാർ നന്നായിട്ട് പാടിയല്ലോ. താങ്ക് യു. കോളേജിൽ പഠിക്കുമ്പോഴേ ഞാനൊരു ഗാനഗന്ധർവനായിരുന്നു. പാട്ടുപാടി കുറേ സമ്മാനങ്ങളൊക്കെ ഞാൻ വാരി കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഗാർഗിയനോട് പറഞ്ഞിട്ടുണ്ട് സാറേ. സാറിന് ഞാൻ സമ്മാനമൊന്നും തന്നില്ലല്ലോ ഇന്നത്തെ ദിവസം. അപ്പോൾ വിശാൽ പറയും, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമല്ലേ എൻ്റെ പാർവതി. അപ്പോൾ പാർവതി മനസ്സിൽ പറയും, ഇത്രയും സ്നേഹമുള്ള വിശാൽ സാറിനെയാണോ ഞാൻ കൊല്ലാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് പാർവതിയുടെ കണ്ണുകൾ നിറയാണ് കേട്ടോ. അപ്പോൾ വിശാൽ ചോദിക്കും, എന്തിനാ പാർവതി കരയുന്നത്? അപ്പോൾ പാർവതി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പ്രതാപനും പ്രഭാവതിയും കൂടെ എന്താ ആലോചിച്ച് നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രതാപൻ പ്രഭാവതിയോട് ചോദിക്കും, നമ്മൾ രഹസ്യമായി സംസാരിച്ചത് ആരായിരിക്കും ചേച്ചി മൊബൈലിൽ റെക്കോർഡ് ചെയ്തത്? ആ വീഡിയോ ആരായിരിക്കും മറ്റുള്ള മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തത്? അപ്പോൾ പ്രഭാവതി പറയും, അത് തന്നെയാണ് പ്രതാപ ഞാൻ ആലോചിക്കുന്നത്. ആ വീഡിയോയിൽ നമ്മൾ എന്തായിരിക്കും സംസാരിച്ചിരിക്കുക? അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ?
എനിക്ക് എങ്ങനെ ഐഡിയ കിട്ടാനാണ് പ്രതാപ? നമ്മൾ എത്രയോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. ഏത് കാര്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഏതായാലും ഇതെങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം. വളരെ ശ്രദ്ധിച്ച് പരിസരത്തൊന്നും ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളത്. അങ്ങനെ എല്ലാ പഴുതും അടച്ച് നമ്മൾ നടത്തിയ ഡിസ്കഷൻ എങ്ങനെ നമ്മൾ അറിയാതെ ഒരാൾ മൊബൈലിൽ പകർത്തി? അത് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ തീരൂ. അപ്പോൾ പ്രഭാതി പറയും, ആ വീഡിയോ എന്തായാലും പാർവതി കണ്ടിട്ടുണ്ട്. അത് ആപത്താകുമെന്നാണ് എൻ്റെ സംശയം. ആ വീഡിയോ കണ്ടെത്തിയതിന് ശേഷം എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാവുന്ന പോലെയാണ് പാർവതിയുടെ സംസാരം. അപ്പോൾ പ്രഭാവതി പറയും, അവൾ വലിയ ബുദ്ധിശാലിയാണ്. ചില കാര്യങ്ങൾ അവൾ പെട്ടെന്ന് മനസ്സിലാക്കും. അതിനുള്ള ശേഷിയൊക്കെ അവൾക്കുണ്ട്. അപ്പോൾ പ്രതാപൻ ചോദിക്കും, അവൾ ഉള്ളിൽ എന്ത് വെച്ചാണ് സംസാരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ പ്രഭാവതി പറയും, അതെ, തന്ത്രത്തിൽ അവളുടെ അടുത്ത് കൂടി അതറിയാൻ ശ്രമിക്കണം. ഇവരുടെ ഈ സംസാരമൊക്കെ ജാസ്മിൻ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, ഞാനാണ് ആ വീഡിയോ എടുത്തതെന്ന് അറിഞ്ഞാലേ പിന്നെ എൻ്റെ പ്ലാനൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഞാൻ ഇവരുടെ കണ്ണിലെ കരടായി മാറും. അതുകൊണ്ട് ഈ വിവരം ഈ വീട്ടിലെ ആരും അറിയാൻ പാടില്ല. പാർവതി എന്നോട് എന്തോ രഹസ്യം അറിയാവുന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. അത് അവൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എങ്ങനെ ലീക്കായി? ഇനി പാർവതിയാണോ അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഗായത്രി അമ്മ പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങളുടെ വിവാഹ വാർഷികത്തിന് മംഗളാശംസകൾ പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. ഐശ്വര്യവും സന്തോഷം നിറഞ്ഞ ഒരു നല്ല ദാമ്പത്യ ജീവിതം എന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ പാർവതി പറയും, അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടമ്മേ. എന്താണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയാൻ എനിക്കറിയില്ല. അതുപോലെ തന്നെ വിശാൽ സാറിനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. ഈ സന്തോഷത്തിനിടയിലും ഈ വക ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടുകയാണ്. അതോടൊപ്പം ഇവിടെ താമസിക്കുന്ന മുത്തശ്ശനെ കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ഗായത്രമ്മ ചോദിക്കും, ശേഖരനെ കുറിച്ച് എന്ത് സംശയമാണ് മോൾക്കുള്ളത്? അപ്പോൾ പാർവതി പറയും, അദ്ദേഹത്തിൽ ആകെ ഒരു ദുരൂഹതയാണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും ഇവിടെ അഭയം കൊടുത്തതും ഞാൻ തന്നെയാണ്. ഏതോ ഒരു ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ നിർബന്ധിച്ചത് ദൈവമേ തന്നെയല്ലേ? അയാൾ ആരാരും ഇല്ലാത്ത ഒരു പാവമാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഞാൻ അറിയുന്ന അയാളാണ് ഗായത്രി അമ്മയുടെ ജീവൻ എടുത്തതെന്ന് അറിയുമ്പോൾ ഞാൻ കേട്ടത് ശരിയാണോ ദൈവമേ? അപ്പോൾ ഗായത്രി അമ്മ ചോദിക്കും, നിന്നോട് ഇത് ആരാ പറഞ്ഞത്? അപ്പോൾ പാർവതി അന്ന് ഇൻഷുറൻസുകാരൻ വന്നതും വിശാൽ അങ്ങനെ പറഞ്ഞതെല്ലാം പറയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി അമ്മ പറയും, അല്ല മോളെ, വിശാലിൻ്റെ ആ ധാരണ തെറ്റാണ്. അയാൾ കാരണമല്ല ഞാൻ മരണപ്പെട്ടത്. അയാളുടെ കൈകൊണ്ടല്ല എനിക്ക് ജീവഹാനി സംഭവിച്ചത്. ഇത് കേട്ടതും പാർവതി ചോദിക്കും, പിന്നെ ആരാണത് ചെയ്തതമ്മേ? അപ്പോൾ ഗായത്രിയമ്മ പറയും, നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പം എനിക്ക് പറയാനാവില്ല. അത് പറയാൻ നീ എന്നെ നിർബന്ധിക്കരുത്. അപ്പോൾ പാർവതി പറയും, ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം മാറ്റിയെടുക്കാൻ ദൈവം വിചാരിച്ചാൽ സാധിക്കും. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന ശേഖരനും ഇവിടെ താമസിക്കുന്ന ശേഖര മുത്തശ്ശനും ഒരാളാണോ? അപ്പോൾ ഗായത്രിയമ്മ പറയും, അതേ മോളെ, ചന്ദ്രശേഖർ തന്നെയാണ് ഈ ശേഖർ. ഇത് കേട്ട് പാർവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, ഞാൻ അയാളെ ഈ വീട്ടിൽ കയറ്റി താമസിച്ചത് അബദ്ധമായോ? ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദൈവമേ, എന്തിനാണ് അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗായത്രിയമ്മയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.